കുട്ടിക്കഥകൾ. സൗഹൃദത്തിന്റെ പൂന്തോട്ടം. ഒരിക്കൽ മനോഹരമായ ഒരു പൂന്തോട്ടത്തിൽ 5 പുഴുക്കൾ താമസിച്ചിരുന്നു. അവർ വലിയ കൂട്ടുകാരായിരുന്നു. ഒരേ ഇലയിലിരുന്ന് ഭക്ഷണം കഴിച്ചും തമാശകൾ പറഞ്ഞും അവർ ഓരോ ദിവസവും ആഘോഷിച്ചു. പെട്ടെന്നാണ് കൂട്ടത്തിലെ വെള്ളപ്പുഴുവിന്റെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. അത് സാധാരണ പുഴുക്കളെ പോലെ അല്ലായിരുന്നു. അതിന്റെ ദേഹത്ത് മനോഹരമായ നിറങ്ങളും വരകളും തെളിഞ്ഞു വന്നു. വർണ്ണപ്പകിട്ടാർന്ന ആ പുഴുവിന്റെ തലയിൽ 2 കുഞ്ഞു കൊമ്പുകളും മുളച്ചു വന്നു. മറ്റുള്ള 4 പുഴുക്കളും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു. കുഞ്ഞിപ്പുഴു, നീ ഏത് മാന്ത്രികപ്പഴം കഴിച്ചിട്ടാണ് നിന്റെ ദേഹത്ത് ഇത്രയും ഭംഗിയുള്ള ചിത്രപ്പണികൾ വന്നത്? ഞങ്ങളും അത് കഴിച്ചാൽ നിന്നെ പോലെ സുന്ദരിയാകുമോ? പക്ഷേ ആ പുഴുവിന് കൃത്യമായ മറുപടി പറയാൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം കുഞ്ഞിപ്പുഴു ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. മറ്റുള്ളവർ കാര്യം ചോദിച്ചപ്പോൾ കുഞ്ഞിപ്പുഴുവിന് മറുപടി പറയാൻ പോലും കഴിഞ്ഞില്ല. ഒരു ദിവസം രാത്രി കുഞ്ഞിപ്പുഴു ഒരു ഇലയുടെ അടിയിൽ തലകീഴായി കിടന്ന് സാവധാനം സ്വന്തം ശരീരത്തിന് ചുറ്റും ഒരു നൂൽക്കൂട് നെയ്തുണ്ടാക്കി. ചലനമറ്റ ആ കൂട് കണ്ട് ബാക്കി 4 പേരും വല്ലാതെ പരിഭ്രമിച്ചു. നമ്മുടെ കൂട്ടുകാരിക്ക് എന്തു പറ്റി? അവൾ എന്തിനാണ് ഈ കൂടിനുള്ളിൽ കയറി ഒളിച്ചത്? അവൾക്ക് ഇനി നമ്മളോട് സംസാരിക്കാൻ കഴിയില്ലേ? അവർ വളരെ വിഷമത്തോടെ ആ കൂടിനെ നോക്കിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ തനിച്ചാക്കി പോകാൻ ആ 4 പേർക്കും മനസ്സ് വന്നില്ല. ഭക്ഷണം തേടിപ്പോകാൻ പോലും അവർക്ക് തോന്നിയില്ല. കുഞ്ഞിപ്പുഴുവിന്റെ അവസ്ഥയിൽ വല്ലാതെ വിഷമിച്ച് അവർ ആ കൂടിന് ചുറ്റും തന്നെയിരുന്നു. അവൾ എപ്പോഴെങ്കിലും പുറത്തു വരും, അപ്പോൾ നമ്മൾ കൂടെ ഉണ്ടാകണം. അവർ തീരുമാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. തങ്ങളുടെ കൂട്ടുകാരിയെ കാണാത്ത സങ്കടത്തിൽ ആ കൂടിന് കാവലിരുന്ന് കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ ആ 4 പുഴുക്കളും അവിടെ തന്നെ ഉറക്കത്തിലായി. പെട്ടെന്നാണ് ആ കൂട് മെല്ലെ പൊട്ടാൻ തുടങ്ങിയത്. കൂടിനുള്ളിൽ ഒരു കുഞ്ഞു ശലഭം കണ്ണു തുറന്നു. അത് മെല്ലെ ചിറകുകൾ വീശി വർണ്ണാഭമായ ഒരു മനോഹര ചിത്രശലഭമായി പുറത്തു വന്നു. സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന തന്റെ ചിറകുകൾ കണ്ട് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. എന്നാൽ താഴെ നോക്കിയപ്പോൾ തനിക്കായി കാത്തിരുന്ന് തളർന്നുറങ്ങുന്ന തന്റെ കൂട്ടുകാരെയാണ് അവൾ കണ്ടത്. ചിത്രശലഭം മെല്ലെ താഴേക്ക് പറന്നിറങ്ങി. തന്റെ മൃദുവായ ചിറകുകൾ കൊണ്ട് അവൾ ഓരോരു
ഓരോരുത്തരെയും തട്ടി വിളിച്ചു. ഞെട്ടി ഉണർന്ന പുഴുക്കൾ അത്ഭുതപ്പെട്ടു പോയി. മുന്നിൽ നിൽക്കുന്ന അതിസുന്ദരിയായ ശലഭത്തെ കണ്ട് അവർക്ക് വിശ്വസിക്കാനായില്ല. നീ ആരാണ്? ഞങ്ങളുടെ ആ പഴയ കൂട്ടുകാരി എവിടെ? അവർ അത്ഭുതത്തോടെ ചോദിച്ചു. ചിത്രശലഭം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരെ, ഇത് ഞാൻ തന്നെയാണ്. എനിക്ക് ചിറകുകൾ വന്നു എന്നേ ഉള്ളൂ. എന്റെ ഉള്ളിലെ സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി കാവലിരുന്നത് ഞാൻ അറിഞ്ഞു. ഇനി നമുക്ക് ഈ പൂന്തോട്ടം മുഴുവൻ ഒന്നിച്ച് ചുറ്റിക്കറങ്ങാം. തങ്ങളുടെ കൂട്ടുകാരി സുരക്ഷിതയാണെന്നും കൂടുതൽ സുന്ദരിയായെന്നും കണ്ടപ്പോൾ ആ 4 പുഴുക്കളുടെയും സങ്കടം മാറി. ചിത്രശലഭം മുകളിൽ പറക്കുമ്പോൾ താഴെ അവൾക്ക് കൂട്ടായി ആ 4 പുഴുക്കളും നീങ്ങി. അവർ പഴയതുപോലെ തന്നെ സന്തോഷത്തോടെ ആ തോട്ടത്തിൽ കഴിഞ്ഞു. കൂട്ടുകാരെ, എല്ലാവർക്കും ഈ കുട്ടിക്കഥ ഇഷ്ടമായോ? ഇതുപോലുള്ള കൂടുതൽ കഥകൾ കാണാനും കേൾക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.